ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും തന്നെ മനസ്സിലുള്ള ഒരു കോൺഫിഡൻസ് ആണ്, ഞാൻ നല്ലൊരു ഡ്രൈവറാണ്, ഞാൻ വണ്ടി ഓടിക്കുന്നത് അടിപൊളിയായിട്ടാണ്, മികച്ച രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഡ്രൈവിംഗിൽ ഈ ഒരു കോൺഫിഡൻസ് നമുക്ക് ആവശ്യമാണ്. എന്നാലും വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രൈവേഴ്സ്, വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്ന പാരമ്പര്യമുള്ള ഡ്രൈവേഴ്സും അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരും ഡ്രൈവിംഗിൽ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന മൈന്യൂട്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ട്. വാഹനം വർഷങ്ങളായിട്ട് ഓടിക്കുന്ന നല്ല ഡ്രൈവേഴ്സിൽ പല ആൾക്കാരും ഇത് ഒരു പക്ഷെങ്കിൽ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ലാത്തത് കൊണ്ട് ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ഈ മൈന്യൂട്ടായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് വലിയ മിസ്റ്റേക്കായിട്ട് വന്ന് റോഡിൽ അപകടമുണ്ടാകുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മൈന്യൂട്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആരെങ്കിലും ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക് അറിയാതെയെങ്കിലും ഡ്രൈവിംഗിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ മിസ്റ്റേക്ക് ഒന്ന് ഒഴിവാക്കി ഡ്രൈവ് ചെയ്യുക. ഓക്കെ, ഇനി എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങളെ ഞാൻ ഇവിടെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബ്രേക്കിലേക്ക് വന്ന് ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു. വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിങ്ങിലെല്ലാം തന്നെ ഒരു ബാലൻസിങ് ആണ്. ഉദാഹരണം പറയാം, സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു വാഹനം മികച്ച രീതിയിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. തുടക്കക്കാരെ സംബന്ധിച്ച് സ്റ്റിയറിംഗ് ബാലൻസ് കറക്റ്റ് ആകാതെ വരുമ്പോൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പോകും. അപ്പോൾ അത് അത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ബാലൻസിങ്. നമുക്ക് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യണം. ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ച് ചെറുതായിട്ട് വണ്ടി അനക്കി നീക്കണം. അതുപോലെ തന്നെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഫുൾ ക്ലച്ചും ബ്രേക്കും ബാലൻസ് ചെയ്ത് വണ്ടി ഓടിക്കേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു ബാലൻസിങ് ആണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് എന്ന് പറയുന്നത്. എന്നാൽ ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രൈവേഴ്സ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ചെയ്യുന്ന മിസ്റ്റേക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇപ്പോൾ ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് പതുക്കെ ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് പതിയെ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്ത് വാഹനം എടുക്കുന്നു. വണ്ടി എടുത്താൽ ഉടൻ തന്നെ ഞാൻ വണ്ടിക്ക് ചെറിയൊരു മൂവ്മെന്റ്സ് നൽകുന്നു. ദേ ക്ലച്ച് പിടിക്കുന്നു. ദേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. ഇപ്പം സെക്കൻഡ് ഗിയറിലാണ് എൻ്റെ വാഹനം വന്നുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഗിയറിൽ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുക. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ചെറിയൊരു വളവൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വരുന്നു. വീണ്ടും വണ്ടിക്ക് ലൈറ്റ് ഒരു മൂവ്മെന്റ്സ് നൽകുകയാണ്. മൂവ്മെന്റ്സ് നൽകിയിട്ട് ക്ലച്ച് പിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ഗിയർ വരികയാണ്. ഇനി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇറക്കം വന്നു. ഇറക്കം വരുന്ന സമയത്ത് ഈ തുടക്കക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബ്രേക്കേ ചവിട്ടുന്നത് ഹാർഡായിട്ട് അങ്ങ് ചവിട്ടും. ഹാർഡായിട്ട് ചവിട്ടി കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, വണ്ടി ഇതുപോലെയുള്ള ഇറക്കത്ത് അങ്ങ് നിന്നു പോകും. അപ്പം നിങ്ങൾ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് ബ്രേക്കിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരു കാരണം വെച്ചാൽ ഹാർഡായിട്ട് ചവിട്ടി കൊടുക്കരുത്. ഇത് നിങ്ങൾ ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ചവിട്ടുന്ന ആ ബ്രേക്കിൻ്റെ അളവ് ഹാർഡായിട്ട് വന്നാൽ സംഭവിക്കുന്നത് എന്താണ്, പെട്ടെന്ന് വണ്ടി അവിടെ ബ്രേക്ക് ചെയ്ത് നിന്നു പോകുന്ന സമയത്ത് പുറകിൽ വാഹനങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഇടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. ഇനി വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു. ഞാനിത് ഫോർത്ത് ഗിയറിലേക്ക് ഇടുകയാണ്. വീണ്ടും ഒരു വളവ് വരുന്ന സമയത്ത് ഇതുകൊണ്ട് എൻ്റെ കാല് ജസ്റ്റ് ബ്രേക്കിലൊന്ന് സ്മൂത്ത് ആയിട്ട് ബാലൻസ് ചെയ്ത് വളവ് തിരിഞ്ഞു. വീണ്ടും ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ഞാൻ തേർഡ് കൊടുത്ത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ ഓരോ വളവൊക്കെ ടേൺ എടുക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് പഠിക്കുന്ന പലരും തന്നെ ബ്രേക്കിലേക്ക് വരത്തില്ല. കാരണം ഓൾറെഡി വണ്ടി തിരിഞ്ഞു പോകുന്നത് കൊണ്ട് എന്ത് ചെയ്യും, ആക്സിലറേറ്റർ പെഡലിലേക്ക് കാലെടുത്ത് വെക്കും. ഇനി വാഹനം മുന്നോട്ട് പോകുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇപ്പം നിങ്ങൾ നോക്കി, ഇവിടെ ചെറിയൊരു ഇറക്കമാണ്. ഇറക്കം തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയ സമയത്ത് പല ആൾക്കാരും എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ വലത്തെ കാല് ആക്സിലറേറ്റർ പെഡലിലായിരിക്കും വെച്ചേക്കുന്നത്. ആക്സിലറേഷൻ കൊടുക്കത്തില്ല. എന്നിട്ട് ബ്രേക്കിലേക്ക് വരുന്ന വണ്ടിക്ക് സ്പീഡ് കൂടിയെന്ന് തോന്നി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ബ്രേക്കിലേക്ക് എടുത്ത് ഒറ്റ കാലെടുത്ത് ചവിട്ടും. വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ചവിട്ടുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ ഒരു ഹാർഡ് ബ്രേക്കിംഗ് വരും. ചിലപ്പോൾ വണ്ടി നിൽക്കും, ചിലപ്പോൾ വണ്ടി നിൽക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വരും. അപ്പം നിങ്ങളൊരു ഇറക്കമോ വളവോ ഒക്കെ കാണുന്ന സമയത്ത് തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ടത്, അഡ്വാൻസ് കാലെടുത്ത് ബ്രേക്കേ വെക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഇറക്കം തുടങ്ങിക്കഴിഞ്ഞാൽ കാല് ബ്രേക്കേ വെച്ച്
പതുക്കെ നമ്മൾ വാഹനത്തിൻ്റെ വേഗത ഒന്ന് കൊള്ളിച്ചു കൊടുത്ത് വണ്ടിയുടെ വേഗത സ്ലോ ചെയ്ത് വണ്ടിയുടെ ആ റണ്ണിങ് നിലനിർത്തി പോവുക. ഹാർഡായിട്ട് ചവിട്ടേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടുക. ഇനിയിപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ വരികയാണ്. ജംഗ്ഷൻ വരുന്ന സമയത്ത് ഇതുപോലെ ക്ലച്ചും ബ്രേക്കിലും കൂടെ വരണം. ഇറക്കത്തോട് കൂടിയ ജംഗ്ഷൻ ആണെങ്കിൽ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ഇരു സൈഡ് നോക്കി ബ്രേക്ക് അയച്ചയച്ച് ഈ ജംഗ്ഷൻ ഇറങ്ങുക. അതിനുശേഷം പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുക. ഇതൊന്നും ഒരുപാട് തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ അറിയത്തില്ല. പലരും ജംഗ്ഷൻ എടുക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു മെയിൻ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ബ്രേക്ക് മാത്രം ചവിട്ടി കൊടുക്കും. അപ്പോൾ ഹാർഡായിട്ട് ചവിട്ടിയിട്ട് ഈ ജംഗ്ഷൻ്റെ അടുത്ത് വരുമ്പോൾ വണ്ടി ക്ലച്ച് ചവിട്ടാൻ മറന്നു പോയിട്ട് വണ്ടി ഓഫായി പോകുന്ന ഒരു പ്രശ്നം. അപ്പം നിങ്ങൾ ബ്രേക്കിനെ എന്താണ് ബാലൻസ് ചെയ്ത് ഉപയോഗിക്കണം. അപ്പോൾ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി വാഹനം ദീർഘകാലങ്ങളായിട്ട് ഓടിക്കുന്ന പല ഡ്രൈവേഴ്സും ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്നൊരു മൈന്യൂട്ട് അല്ലെങ്കിൽ ഒരു ബിഗ് മിസ്റ്റേക്കാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. നമ്മൾ ഈ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ബ്രേക്കിനെ സ്മൂത്ത് ആയിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പലർക്കും അറിയത്തില്ല. നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ചവിട്ടുന്ന ഓരോ ബ്രേക്കിൻ്റെ അളവും എന്ത് ചെയ്യും, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതായത് ഒരു ഇറങ്ങുന്ന സമയത്ത് ബ്രേക്ക് ബാലൻസ് ചെയ്യുന്നതാണ്. സ്മൂത്തായിട്ട് ബാലൻസ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ കുറച്ചും കൂടെ ചവിട്ടി അങ്ങ് കൊടുക്കും. ചവിട്ടി ഇങ്ങനെ കൊടുത്തിട്ട് ബ്രേക്കിൽ ഒന്ന് അയക്കും, വീണ്ടും ചവിട്ടി കൊടുത്തിട്ട് അയക്കും. അപ്പോൾ എന്ത് ചെയ്യും, വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് വരും. ഈ ജെർക്ക് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അത് മുഖാന്തരം എന്ത് ചെയ്യും, അവർ വൊമിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ദീർഘദൂര ഡ്രൈവ് വരുന്ന സമയത്ത് വരാറുണ്ട്. പക്ഷെങ്കിൽ ഒരു വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഇത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു ബ്രേക്ക് ആയിരിക്കും നമ്മൾ ചവിട്ടുന്നത്. ആ ചവിട്ടുന്നതിൻ്റെ അളവ് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെങ്കിൽ അത്രയും ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ ഓൾറെഡി വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അത്രയധികം ശ്രദ്ധിക്കത്തില്ല. പക്ഷെങ്കിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും അതും യാത്ര ചെയ്യുന്നവർ അത്രയും ശ്രദ്ധിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെങ്കിൽ അവർക്ക് ആ ഒരു ചവിട്ടിൻ്റെ അളവ് ദീർഘദൂര ഡ്രൈവ് പോകുന്ന സമയത്ത് അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാം, വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഡ്രൈവിങ്ങിലുണ്ടാകും. കാരണം എപ്പോഴും വാഹനത്തിനുള്ളിൽ ഒരു ചെറിയ ആട്ടം, ബ്രേക്ക് ചവിട്ടുന്നതിന് അനുസരിച്ച് ഇവർക്കൊരു ആട്ടം ഉണ്ടാകും. അത് മുഖാന്തരം ഡ്രൈവ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, വാഹനം ഓടിക്കുന്നവർ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ വാഹനത്തിൽ ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് സ്മൂത്തായിട്ട് മറ്റാൾക്കാർക്ക് ഉണ്ടാകാത്ത തരത്തിൽ അത്രയും സ്മൂത്തായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് ബ്രേക്കിനെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് ഒരാൾ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം വന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് മാറ്റി ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഇപ്പം ഞാനത് ഒരു ഡ്രൈവിങ്ങിൽ ഒരു ട്യൂട്ടോറിയലായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അറിയാതെങ്കിലും ബ്രേക്ക് ചവിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. മറ്റാൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ബ്രേക്കിനെ നമ്മൾ ബാലൻസ് ചെയ്ത് ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.